أشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على محمد وعلى آله وصحابه وأتباعه وأهل بيته أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات فبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. ഏറ്റവും ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അർഹമുർ റഹീമീനായ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ ഒരു ആയത്താണ്. ഈ ആയത്ത് വളരെ ഗൗരവമുള്ളതാണ്. വളരെയേറെ ചിന്തിക്കുകയും ചെയ്യേണ്ട ആയത്താണിത്. ഓരോ മനുഷ്യരെയും, ഓരോ കുടുംബത്തെയും, ഓരോ രാജ്യത്തെയും, ഓരോ പ്രദേശത്തെയും, ഓരോ സമൂഹത്തെയും ബാധിക്കുന്ന വിഷയമാണ് ഈ ആയത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത്. വലനബുലുവന്നക്കും, തീർച്ച, ഉറപ്പായും, സംശയമൊന്നുമില്ല, അള്ളാഹു കണിശമായിട്ട് പറയുന്ന തഅ്കീദിന്റെ ചില സൂചനകൾ ഈ വാക്കിലുണ്ട്. വനബുലുവക്കും എന്ന് പറയാതെ വലനബുലുവന്നക്കും എന്ന് അള്ളാഹു പറയണമെങ്കിൽ അവിടെ ലാമും നൂനും, തഅ്കീദിന്റെ ലാമും നൂനും ഒക്കെ അള്ളാഹു ആവർത്തിക്കുകയാണ്. അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം അത്. തീർച്ചയാണ്, ഉറപ്പാണ്, സംശയമില്ല, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിഷൈഇൻ, വളരെ കുറച്ച്, ഒരുപാടൊന്നും പരീക്ഷിക്കുകയില്ല, വളരെ കുറച്ച് മാത്രം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സ് മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. 5 പരീക്ഷണങ്ങൾ. അതോരോ വ്യക്തിക്കുമുണ്ടാവാം, കുടുംബത്തിലുണ്ടാവാം, ഓരോ പ്രദേശത്തുണ്ടാവാം, രാജ്യത്തുണ്ടാവാം, ഒരു സമൂഹത്തിനുണ്ടാവാം, സമുദായത്തിനുണ്ടാവാം. ഈ 5 പരീക്ഷണം ആർക്കും ഉണ്ടാവാം. ഒന്ന് ഭയം, ഖൗഫ്. 2 ജൂഅ്, വിശപ്പ്. വനഖ്സ് മിനൽ അംവാൽ, സാമ്പത്തികമായ നഷ്ടം, പ്രയാസം, പൈസയില്ലായ്മയുടെ വിഷമം. വൽ അൻഫുസ്, മനുഷ്യരുടെ മരണം, വേണ്ടപ്പെട്ടവരുടെ മരണം, ഏറ്റവും ഒട്ടിച്ചേർന്ന് അടുത്ത് നിന്ന ആളുകളുടെ വേർപാട്, അല്ലെങ്കിൽ കൂട്ടമരണങ്ങൾ, ഒരു സമൂഹത്തിന്റെ, ഒരു സമുദായത്തിന്റെ, ഒരു രാജ്യത്ത് നടക്കുന്നതിന്റെ കൂട്ടമരണങ്ങൾ. സമറാത്ത്, 5ാമത്തെ പരീക്ഷണം ഭക്ഷ്യവിഭവങ്ങളുടെ ഇല്ലായ്മ. ഈ 5 പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഈ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ. ഈ 5 പരീക്ഷണങ്ങളും സമ്മേളിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ, ഒരു പ്രദേശമുണ്ടെങ്കിൽ അതിന്ന് ഫലസ്തീനിലെ ഗസായാണ്. 5 പരീക്ഷണങ്ങളാൽ
വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന, ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, വളരെ ഏറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഏകദേശം ഒരു 40 കിലോമീറ്റർ ചുറ്റളവുള്ള ഗസ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളും പത്രങ്ങളുമൊക്കെ നമ്മുടെ മുന്നിൽ അതിൻ്റെ അല്പസ്വല്പമൊക്കെ സാഹചര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ചില പത്രങ്ങളൊക്കെ അതിൻ്റെ ലേഖനങ്ങളും നേർക്കാഴ്ചകളുമൊക്കെ നമ്മുടെ മുന്നിൽ എഴുതി അവതരിപ്പിച്ചു കഴിഞ്ഞു. വളരെയേറെ പ്രയാസങ്ങളിലൂടെയാണ് അന്നാട്ടുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മമാരുടെ മാറിടത്തിൽ മുലപ്പാലില്ല, ഒരു ബിസ്ക്കറ്റ് കിട്ടാനില്ല, ഒരു പാല് വാങ്ങിക്കാനില്ല, അസുഖങ്ങൾ വരുമ്പോൾ ചികിത്സിക്കാൻ മരുന്നുമില്ല, ആശുപത്രിയുമില്ല. കുട്ടികൾക്ക് അക്ഷരം പഠിക്കാൻ, വിദ്യാഭ്യാസം നേടാൻ സ്കൂളുകളില്ല, പള്ളിക്കുടങ്ങളില്ല, റോഡുകളില്ല, വീടുകളില്ല, തലചായ്ക്കാനൊന്നുമില്ല. മനുഷ്യനിർമ്മിതമായ പട്ടിണിയാണ് ഇന്ന് ഗസ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ AC-യുടെ ഉള്ളിൽ നല്ല ഭക്ഷണം കഴിച്ച്, നല്ല ജ്യൂസ് കുടിച്ച്, ഇനി ജുമാ കഴിഞ്ഞ് അടുത്ത ആഹാരം എന്താണ് വീട്ടിൽ പാചകം ചെയ്തിരിക്കുന്നത് എന്നെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദന ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഭയമാണ് അവർക്ക്. ആകാശത്തേക്ക് നോക്കിയാൽ ഖൗഫ്, ഭയമാണ്. ഭൂമിയുടെ അടിയിലേക്ക് നോക്കിയാലും ഭയമാണ്, മുന്നിലേക്ക് നോക്കിയാലും ഭയം, പുറകിലേക്ക് നോക്കിയാലും ഭയം. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ വേണ്ടപ്പെട്ടവരുടെ മരണം, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് മാറോട് ചേർത്ത് പിടിച്ച് അലറിക്കരയുന്ന ഹൃദയഭേദകമായ, നെഞ്ചകത്തെ തുളച്ചു കയറുന്ന തരത്തിലുള്ള, നെഞ്ചിനെ പിളർത്തുന്ന തരത്തിലുള്ള നേർക്കാഴ്ചകളാണ് അല്പസ്വല്പമെങ്കിലും നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലും തൊലിയായി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ, ആ വാക്കിനെ, ആ പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന നേർക്കാഴ്ചകൾ. എല്ലും തൊലി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. വാരിയെല്ലുകളെ എണ്ണിത്തീർക്കാൻ കഴിയും പ്രകാരം ആ മനുഷ്യ കുഞ്ഞുങ്ങളുടെ ശരീരം ആഹാരമില്ലാതെ, വെള്ളമില്ലാതെ, വെളിച്ചമില്ലാതെ ആയിക്കഴിഞ്ഞു. ഈ നിമിഷം വരെ ആയിരക്കണക്കിന് ആളുകൾ പട്ടിണി, മനുഷ്യനിർമ്മിതമായ പട്ടിണി അനുഭവിച്ചവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ, ഇനി ഒരുപാട് ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കാനിരിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ബോംബുകൾ വർഷിപ്പിച്ച്, മിസൈലുകൾ വർഷിപ്പിച്ച് ഏകദേശം 45,000-ഓളം ഗസയിലെ മക്കളെ കൊന്നൊടുക്കിയതിന് ശേഷം വീണ്ടും ജീവിച്ചിരിക്കുന്നവരെ പട്ടിണിക്കിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഒരല്പ നിമിഷത്തേക്ക് അതിൻ്റെ മുനമ്പ്, അതിൻ്റെ ഗേറ്റ് തുറന്ന് നിശ്ചിതമായ ലോറികളിൽ, വാഹനങ്ങളിൽ അവരല്പസ്വല്പം ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അടച്ചു. കിട്ടിയ അരിയും പഞ്ചസാരയും ഭക്ഷ്യങ്ങളുമായി തലയിൽ ചുമന്ന് ആ പേക്കോലങ്ങൾ വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോയി ഇടുമ്പോൾ തന്നെ വീണുപോകുന്ന ക്ലിപ്പുകൾ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഒരു ചാക്ക് ഭക്ഷ്യ സാധനങ്ങൾ കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ഇന്ന് നമ്മൾ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ, അത്തച്ചി എനിക്ക് ഷവർമ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കടകളുണ്ട്. അൽഫാം വേണം, കുഴിമന്തി വേണമെന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ മാത്രമുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ അനുകൂലമായ സാഹചര്യത്തിൽ വിശപ്പിന്റെ കഥ പറഞ്ഞാൽ നമുക്കറിയില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമുക്കെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അത്രയേറെ സുഖലോലുപരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു കല്യാണ പരിപാടിക്ക് ഒരു ഓഡിറ്റോറിയത്തിൽ പോയാൽ
വിഭവങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഏത് വേണമെങ്കിലും വിളമ്പിത്തിന്നാൻ, ഏത് നിറത്തിലുള്ളതും ഏത് രുചിക്കൂട്ടിലുള്ളതും നമുക്ക് ആവോളം യഥേഷ്ടം കഴിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഗസായിലെ മക്കളുടെ വിശപ്പിന്റെ വിളി കേട്ടാൽ അറിയില്ല. ഈ നിമിഷം നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നോ? ഒരു തുള്ളി കണ്ണുനീര് ആ കുഞ്ഞുങ്ങളുടെ പേക്കോലം കണ്ട് നമ്മുടെ കണ്ണിൽ നിന്നും വന്നോ എന്ന ചോദ്യമാണ് ഇന്ന് ജുമയ്ക്ക് എന്നോട് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മാസങ്ങളായി കഴിക്കാനില്ല, ഒരു ബിസ്ക്കറ്റ് ഇല്ല. ഒരു 6 മാസം 4 മാസം 1 വയസ്സായ കുഞ്ഞുങ്ങൾ മറ്റൊരു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അവർക്കില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. 100-150 ആളുകളെ, കുഞ്ഞുങ്ങളെ വരിവരിയായി നിർത്തി, ഭക്ഷണത്തിന് വേണ്ടി വരിവരിയായി നിർത്തി. അങ്ങനെ ഭക്ഷണപാത്രവുമായി അവർ നീണ്ട ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ഭീകരന്മാർ ആ കുഞ്ഞുങ്ങളുടെ നേരെ വെടിയുയർത്ത് 100-150 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയത്. 5 പരീക്ഷണം: ഖൗഫ്, ജൂഅ്, നഖ്സ് മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. ഭയം, വിശപ്പ്, വേണ്ടപ്പെട്ടവരുടെ മരണം, സാമ്പത്തികമായ നഷ്ടം, ഭക്ഷ്യവിഭവങ്ങളുടെ ഇല്ലായ്മ. ഈ 5 പരീക്ഷണങ്ങളെ കൊണ്ട് അവരെ വീർപ്പ് മുട്ടിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ 1-ാം തീയതി ജുമാ നമസ്കരിക്കാൻ വേണ്ടി 2 റക്അത്ത് ജുമാ നമസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്, ഇരിക്കുന്നത്. ലോകം തലകുനിക്കണം. പച്ചയായ മനുഷ്യാവകാശ ലംഘനമാണ് ഗസായിലെ മക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ മനുഷ്യാവകാശ പ്രവർത്തകർ? മനുഷ്യാവകാശത്തിന് വേണ്ടി കവിതകൾ എഴുതുന്നവരെവിടെ? മനുഷ്യാവകാശത്തിന് വേണ്ടി ഘോരഘോരം ശബ്ദിക്കുന്നവരെവിടെ? 2 കന്യാസ്ത്രീകളെ ഉത്തരേന്ത്യയിൽ പിടികൂടി ഇന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെവിടെ? അതിനുവേണ്ടി ശബ്ദിക്കുന്നവരെവിടെ? പ്രതിഷേധിക്കുന്നവരെവിടെ? ഈ ഗസായിലെ മക്കളുടെ വിശപ്പ് അവരറിയുന്നുണ്ടോ എന്ന് ഇന്നെല്ലാ ജുമുഅത്ത് പള്ളിയിലും ചോദിക്കുകയാണ് നമ്മളോട്. പച്ചയായ മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കൊടുക്കാത്ത മനുഷ്യാവകാശ ലംഘനം, കഴിക്കാൻ ഭക്ഷണം കൊടുക്കാത്ത മനുഷ്യാവകാശ ലംഘനം, ഉടുക്കാൻ തുണി കൊടുക്കാത്ത മനുഷ്യാവകാശ ലംഘനം, താമസിക്കാൻ വീടില്ലാത്ത മനുഷ്യാവകാശ ലംഘനം, കഴിക്കാൻ മരുന്നില്ലാത്ത മനുഷ്യാവകാശ ലംഘനം. നമുക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ പനി വന്നു, ഒരു ചെറിയ ജലദോഷം വന്നു, നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോടുകയല്ലേ? പാരാസെറ്റമോൾ ഉണ്ട്, ഡോളോ ഉണ്ട്, ഇനി അപ്പുറത്തേക്ക് മരുന്നുണ്ട്, അതുണ്ട്, ICU ഉണ്ട്, വെന്റിലേറ്റർ ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഒരു പാരാസെറ്റമോൾ പോലും ഇല്ലാത്ത ആ തരത്തിൽ കുഞ്ഞുങ്ങൾ വേദന തിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പച്ചയായ മനുഷ്യാവകാശ ലംഘനം നടത്തുമ്പോഴും നമ്മളിൽ പലരും, പ്രത്യേകിച്ച് അറബ് ലോകം, മൗനത്തിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വിശപ്പ്, ഈ 3 അക്ഷരമുള്ള ഈ സാധനം ഉണ്ടല്ലോ, വിശപ്പ്. അതെന്താ സാധനം? ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷനോട് വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവിടെ 40, 50, 60, 70 വയസ്സുള്ളവരുണ്ടല്ലോ. വിശപ്പ് എന്താന്ന് അറിഞ്ഞൊരു ഘട്ടമുണ്ട്, നമുക്കൊക്കെ അറിയാം. നന്നായി വിശന്ന ഒരു കാലം എനിക്കും നിങ്ങൾക്കുമുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ വിശന്ന് ബോധം കെട്ടവനാണ് ഞാൻ. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ വിശന്ന് ബോധരഹിതനായി വീണവനാണ് ഞാൻ. വിശപ്പിന്റെ വിലയും അതിൻ്റെ ആഴത്തിലുള്ള അതിൻ്റെ വേദനയും വിഷമവും അറിയുന്നവരാണ് പലരും. പക്ഷെ ഇന്നത്തെ ന്യൂ ജനറേഷന് വിശപ്പ് എന്താണെന്നറിയില്ല. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പയ്യനുണ്ട്, അവൻ വീട്ടിൽ ആഹാരം കഴിക്കില്ല. വീട്ടിൽ നല്ല മീൻകറിയുണ്ട്, വറുത്തതുണ്ട്, ആവശ്യത്തുള്ള ഭക്ഷണമുണ്ട്. ഉമ്മച്ചി എന്തുണ്ടാക്കി കൊടുത്താലും അവൻ അത് വേണ്ട. ദിവസം കുഴിമന്തി കഴിക്കുന്നവൻ, ആഴ്ച 2-3 അൽഫാം തിന്നാതെ അവൻ വീട്ടിലേക്ക് കയറാത്തവൻ ഇന്നത്തെ മക്കളുടെ സാഹചര്യമാണ്. പക്ഷേ വിശപ്പെന്ന ഈ 3 അക്ഷരം അതറിയുമ്പോഴാണ്, ഒരു അരമണിക്കൂർ അനുഭവിക്കുമ്പോഴാണ് വിശപ്പ് എന്താണെന്ന് അറിയുള്ളൂ, അതിൻ്റെ വലിപ്പം എന്താണെന്ന് അറിയുള്ളൂ. ഇസ്ലാമിൻ്റെ പേരിൽ
ദീനിന്റെ പേരിൽ, ഈ ദീൻ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ, ഈ ദീൻ ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിൽ 3 വർഷത്തിലധികം, എത്ര? 3 ദിവസമല്ല, 3 മാസമല്ല, 3 ആഴ്ചയല്ല, 3 വർഷത്തിലധികം ജബല അബി ഖുബൈസിൽ, കേട്ടിട്ടില്ലേ? മക്കയിലെ ഒരു പ്രധാനപ്പെട്ട പർവ്വതമല്ലേ ജബല അബി ഖുബൈസിൽ. നബിയെയും സഹാബാക്കളെയും ഉപരോധം തീർത്ത്, റേഷൻ കൊടുക്കാതെ, ഭക്ഷ്യവിഭവങ്ങൾ കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ഒന്നും നൽകാതെ അവരെ ഉപരോധിച്ചൊരു കഥ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. നമ്മളെങ്ങാനും എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? 3 കൊല്ലം ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഇറങ്ങി വരാതെ. പണ്ടൊക്കെ നബിദിന റാലിക്ക് പറയും പച്ചല നിന്നും വഴുതല നിന്നും, അല്ലെ? അങ്ങനെ ഒരു റാലി, അങ്ങനെ ഒരു മുദ്രാവാക്യമൊക്കെ നമ്മൾ മുഴക്കിയ ഒരു കാലമുണ്ട്. പച്ചല തിന്ന് ഒന്നുമില്ലാതെ പച്ച ഇല വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിച്ച സഹാബത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ആട്ടുംകാട്ടം പോലെയാണ് അവരുടെ വയറുകളിൽ നിന്നും പുറത്തേക്ക് വിട്ടത്. മനുഷ്യൻ കാഷ്ടിക്കുന്നത് പോലെയല്ല, ആട്ടുംകാട്ടം പോലെ. അത് ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്. 3 വർഷത്തിലധികം ഉപരോധത്തിൽ ഏർപ്പെട്ടു. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും കുഞ്ഞുങ്ങളുടെ നിലവിളി, ഇന്ന് ഗസായിലെ കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നതിനേക്കാൾ അവർ നിലവിളിച്ചു. ഗസായിലെ കുഞ്ഞുങ്ങളുടെ നിലവിളിയുടെ ഒരു വീഡിയോ എങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി സ്വന്തം വയറ്റിൽ തടവിട്ട് വിശക്കുന്നു. അറബ് ലോകമേ, ഞങ്ങൾക്ക് വിശക്കുന്നു. അപ്പോഴും അറബികൾ ബർഗറിന്റെ മുന്നിലാണ്, അവരും കൊക്കക്കോളാണ് മുന്നിലാണ്. അവർ ചിക്കൻ ഇല്ലാതെ അവർക്കൊരു ദിവസം കഴിഞ്ഞു പോകുന്നില്ല. അറബ് ലോകമേ, ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് കാലിപ്പാത്രം പിടിച്ച കാലിപ്പാത്രം നീട്ടിയിട്ട് മണിക്കൂറുകളോളം എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നത് വാങ്ങാൻ വേണ്ടി എരിപൊരിയുന്ന വെയിലത്ത് കാത്തു നിൽക്കുന്ന മക്കളുടെ ക്ലിപ്പുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ നിലവിളിച്ചപ്പോൾ അതിലെ കടന്നുപോയ മനുഷ്യത്വം പറ്റാത്തൊരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ വേദന തോന്നിയിട്ട് അബൂജഹലിനോടും ഉത്തുബത്തിനോടും ശൈബത്തിനോടും പറഞ്ഞു, എത്ര കാലം അവരെ പട്ടിണിക്കിടും? ഒരു മുസ്ലിം അല്ല അത് പറഞ്ഞത്. മനുഷ്യാവകാശം പറ്റാത്ത ഒരു അമുസ്ലിം അബൂജഹലിനോടും മുത്തുബത്തിനോടും ശൈബത്തിനോട് പറഞ്ഞു, എത്ര കാലം നിങ്ങൾ അവരെ പട്ടിണിക്കിടും? അവരെ പട്ടിണിക്കിടുന്നതിന്റെ ആ ഒരു എഴുത്തുണ്ടല്ലോ, അത് എഴുതി കഅബയില കെട്ടിത്തൂക്കിയിട്ടത്. ചെന്ന് നോക്കുമ്പോൾ അത് ചെതല് പിടിച്ചിരിക്കുകയാണ്, ചെതല് പിടിച്ച് നശിച്ചിരിക്കുകയാണ്. അതിന്റെ നാശത്തോടുകൂടി 3 വർഷം കഴിഞ്ഞപ്പോൾ ആ ഉപരോധം പിൻവലിച്ചു എന്നാണ്. ഉപരോധം കഴിഞ്ഞ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ നിന്നും ഖദീജ റളിയല്ലാഹു അൻഹ ഇറങ്ങി വരുമ്പോൾ 60 കിലോ ഉണ്ടായിരുന്നത് 30 കിലോ ആയി മാറി. 80 കിലോ ഉള്ളവർ 40 കിലോ ആയി മാറി. 3 കൊല്ലം കൊണ്ട് എല്ലും തൊലിയുമായി മാറി. ഇന്ന് നമ്മൾ ദീനിനോട് എത്രത്തോളം അടുക്കുന്നോ, ഇന്ന് ദീനിനോട് എത്രത്തോളം അടുക്കുന്നോ അത്ര നമ്മുടെ വെയിറ്റ് കൂടി വരികയാണ്, അല്ലേ? ദീനിനോട് എത്രത്തോളം അടുക്കുന്നോ അത്രയും വിഭവങ്ങൾ കൂടി വരികയാണ്, ആണല്ലോ? കഴിക്കാൻ അത്രയും കൂടി വരികയാണ്. അങ്ങനെയായി. അന്നവർ എത്രത്തോളം ദീനിനോട് അടുത്തോ അവരുടെ വെയിറ്റ് കുറഞ്ഞു വന്നു. 80 കിലോ ഉള്ളവർ 40 കിലോ ആയി മാറി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ഉണ്ട്, മാ ശബിയ ആലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബത്തി ശഈരിൻ യൗമൈൻ മുതതാബിഈൻ ഹത്താ ഖുബിള. ഇമാം ബുഖാരിയുടെ മുസ്ലിമിന്റെ റിവായത്തിൽ വരുന്ന ഒരു ഹദീസാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അടുപ്പിച്ച് 2 ദിവസം റൊട്ടി കഴിച്ചിട്ടില്ല, പത്തിരി കഴിച്ചിട്ടില്ല. നമുക്കോ എന്തെല്ലാം വിഭവങ്ങളാണ്! ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടത്തുമ്പോൾ ഒരു ബിരിയാണി കൊടുക്കേണ്ട സ്ഥാനത്ത് 3, 4, 5, 6, 8 വിഭവങ്ങളാണ്, അല്ലേ? 8, 9 വിഭവങ്ങളല്ലേ? ആണോ അല്ലയോ? ഈ ചോദ്യം കൂരമ്പ് പോലെ ഗസായിലെ മക്കൾ നമ്മളോട് ചോദിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഐസ്ക്രീം ഒന്നും ഇല്ലേ?
സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. എവിടെ അവർ? നല്ലൊരു ഭക്ഷണം കണ്ടിട്ട് മാസങ്ങളായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം മാസങ്ങളോളം പട്ടിണി കിടന്നു. നല്ലൊരു ഭക്ഷണം അവര് കഴിച്ചിട്ടില്ല. ചട്ടി വടിച്ചെടുത്ത് കൈവെള്ളയിൽ ഒതുങ്ങാവുന്ന മാവ് കിട്ടിയിട്ട് ആ മാവങ്ങ് കുഴച്ചിട്ട് ഒരു പത്തിരിയാക്കി അതിനെ പിച്ചി തിന്ന ദിവസങ്ങൾ അവർക്ക് കടന്നു പോയിട്ടുണ്ട് എന്നോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ വരുന്നുണ്ട്. 3, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹർ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നു. ആയിഷ ബീവിയോട് ചോദിച്ചു, കഴിക്കാനൊന്നുമില്ലേ? ളുഹർ നമസ്കാരം കഴിഞ്ഞ് ഇന്ന് ജുമാ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോകുന്ന പോലെ കഴിക്കാനൊന്നുമില്ലേ? അടുക്കളയിലെ പാത്രം മൊത്തം കാലിയാ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? ളുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി ചെന്നിട്ട് ഒന്നുമില്ല. അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നു. ഒരു ഉച്ച നമസ്കാരം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ആയിഷ, കഴിക്കാനൊന്നുമില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒന്നുമില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളിക്കകത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറ്റ സുഹൃത്ത് സ്നേഹിതനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. എന്തേ ഈ അസമയത്ത് ഇവിടെ? വിശപ്പാണ് നബിയെ, വിശപ്പ്. നിന്റെ വീട്ടിലൊന്നും ഇല്ലേ? എന്റെ വീട്ടിലും ഇല്ല. അല്ല, നബി എന്താണ് ഇപ്പൊ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് മടങ്ങി വന്നത്? അതേ അബൂബക്കർ, എന്റെ വീട്ടിലൊന്നും ഇല്ല. രണ്ടാളും ഇറങ്ങി നടന്നു വഴിക്ക് വെച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി എന്നാണ് ഈ ഹദീസ് പല റിവായത്തിൽ വരുന്നുണ്ട്. ചുരുക്കി പറയാം, രണ്ടാളും മൂന്നാമത്തെ സുഹൃത്തായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. സലാം പറഞ്ഞു, സലാം അടക്കി. എന്തേ ഉമറേ എന്ന് ചോദിച്ചു. വീട്ടിലൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. വിശപ്പ് കൊണ്ട് ഞാൻ ഇറങ്ങി വന്നതാണെന്ന്. നോക്കൂ നിങ്ങൾ, ലോകത്തെ ഏറ്റവും ഉന്നതരായ 3 വ്യക്തിത്വങ്ങൾ, ലോകത്ത് ആദ്യമായി സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാലെടുത്ത് വെക്കുന്ന ആരാ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ 3 പേരും ഒരു ജംഗ്ഷനിൽ ഒത്തുകൂടുകയാണ്, ഒരു കവലയിൽ ഒത്തുകൂടുകയാണ്. കാരണം എന്താണ്? അൽഫാം കഴിക്കാനാ? 3 ആൾ കൂടി വൈകുന്നേരമായി, എന്നാൽ ഒരു കുഴിമന്തി അങ്ങ് കഴിച്ചേക്കാം, അതിനു വേണ്ടിയാണോ? അല്ല. അവര് പറഞ്ഞത് എന്താണ്? അഖറജനി വല്ലദി നഫ്സി ബിയദി മാ അഖറജനി ഇല്ലല്ലദി അഖറജകുമാ. നിങ്ങൾ രണ്ടാളെയും എന്ത് കാരണത്താലാണോ വീട്ടിൽ നിന്നും പുറത്തു വന്നത്, അതേ കാരണത്താലാണ് ഞാനും വീട്ടിൽ നിന്ന് പുറത്തു വന്നത്. അത് വിശപ്പാണ് എന്ന് 3 ആളും പറഞ്ഞൊരു ചരിത്രം ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 3 ആളും ഒരു സഹാബിയുടെ വീട്ടിൽ കയറി ചെന്നപ്പോ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്ത് വിശപ്പ് മാറ്റി, ഏരി പൊരിയുന്ന വെയിലത്ത് നല്ല കത്തുന്ന വിശപ്പാൽ അവർ കയറി ചെന്നതാണ്. ആ വിശപ്പ് മാറ്റി ഭക്ഷണം കഴിച്ചിങ്ങനെ ഇറങ്ങി റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയായിരുന്നു. അബൂബക്കർ ചോദിച്ചു, സന്തോഷിക്കേണ്ട സമയത്ത് എന്താ നബിയെ കരയുന്നത്? വിശപ്പൊക്കെ മാറ്റി നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി വന്നല്ലേ, എന്താ നബിയെ കരയുന്നത് എന്ന് അബൂബക്കർ ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്താ ഓതിയത്. നിങ്ങൾ ബാക്കി ഒന്നണം. ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ പടച്ചോൻ ചോദിക്കും കേട്ടോ. ഈ അനുഗ്രഹത്തെ കുറിച്ചും പടച്ചോൻ ചോദിക്കും. വിശന്ന് പൊരിഞ്ഞ് ഈ സഹാബിയുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ നിറഞ്ഞ വയറുമായി നമ്മൾ ഇറങ്ങി വന്ന് ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ പരലോകത്ത് ചോദിക്കും. ഈ ആയത്തിന്റെ അർത്ഥം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് സിദ്ദീഖേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇനി 4മത്തൊരു കഥ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി ആരാണ്? അബൂബക്കർ അല്ല, ഉമർ അല്ല, ഉസ്മാൻ അല്ല, അലി അല്ല, ആരുമല്ല റളിയല്ലാഹു അൻഹു.
ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ പള്ളിയുടെ വാതിക്കൽ പോയി കമഴ്ന്നു കിടക്കുമായിരുന്നു. ഉച്ച സമയത്ത് ളുഹർ കഴിഞ്ഞിട്ട് കമഴ്ന്നു കിടക്കുമായിരുന്നു. ഇശാ കഴിഞ്ഞും കമഴ്ന്നു കിടക്കുമായിരുന്നു. ആളുകൾ വിചാരിച്ച് ഇദ്ദേഹത്തിന് അപസ്മാരം വന്നിട്ട് ഇങ്ങനെ കമഴ്ന്നു കിടക്കുന്നാണ് വിചാരിച്ച്. അപസ്മാര രോഗികളെ അന്ന് ചവിട്ടുന്ന ഒരു ചവിട്ട് ചികിത്സ ഉണ്ടായിരുന്നു. പോകുന്നവരൊക്കെ ചവിട്ടുമായിരുന്നു അദ്ദേഹത്തെ, അപസ്മാരമാണെന്ന് വിചാരിച്ചിട്ട്. മഹാനായ അബൂ ഹുറൈറ പറഞ്ഞു, എനിക്ക് അപസ്മാരം പിടിപെട്ടിട്ടല്ല ഞാൻ അങ്ങനെ കടന്നത്. കഴിക്കാനൊന്നുമില്ലാതെ എന്റെ വയറൊട്ടിയിട്ട് വല്ലാതെ കത്തുമ്പോൾ, എന്റെ വയറ് കത്തുമ്പോൾ ഒരു ചെറിയ ആശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ കിടന്നിരുന്നത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന ഗസായിലെ മക്കളുടെ വിശപ്പിനെ കുറിച്ചാണ്. വൈകി വന്നവരോടൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഗസായിലെ മക്കൾ ഇന്ന് വിശക്കുമ്പോൾ ആ വിശപ്പിനെ മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് ലോകം മുഴുവനും വല്ലാതെ ഇങ്ങനെ കണ്ണുമിഴിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈജിപ്തിലെ ജനങ്ങൾക്കൊരു ഒരു തീരുമാനമുണ്ടായത്. എന്താണ്? അവര് കുപ്പിയിൽ ധാന്യമണികൾ നിറച്ച്, കഴിക്കാനുള്ള പലതും നിറച്ച്, കുപ്പിയിൽ നിറച്ച് കടലിലേക്ക്, സമുദ്രത്തിലേക്ക് എറിയുന്ന ഒരു തീരുമാനം അവരെടുത്തത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പടച്ച തമ്പുരാൻ പറഞ്ഞല്ലോ, വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മാനോട് അള്ളാഹ് പറഞ്ഞേ, നീ ഒരു പെട്ടി ഉണ്ടാക്കി, ആ പെട്ടിക്കകത്ത് കുഞ്ഞിനെ അടക്കി, നിന്റെ കുഞ്ഞുണ്ടല്ല മൂസ എന്ന് പറയുന്ന കുഞ്ഞിനെ പെട്ടിക്കകത്ത് അടക്കി, എന്നിട്ട് നീ ആ നൈൽ നദിയിലേക്ക് ഒഴുക്ക്. ആ നൈൽ നദിയുടെ ഓളങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞിനെയും കൊണ്ട്, ആ കുഞ്ഞിനെ അടച്ചിരിക്കുന്ന പെട്ടിയും കൊണ്ട് ആ ഓളങ്ങൾ കടന്നുപോയി എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. വലാ തഖാഫി വലാ തഹ്സനി, നീ പേടിക്കണ്ട, വിഷമിക്കണ്ട, നിന്റെ കുഞ്ഞിനെ പടച്ചു നോക്കിക്കോളൂ എന്ന്. ആയത്ത് കഥ പറയാനുള്ളതല്ല, ഈമാൻ വെക്കാനുള്ള ആയത്താണ്. ഈ ആയത്തിന്റെ, ഈ വചനത്തിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയ ഏതൊരു മൂസാ നബിയാണോ, ഏതൊരു ഈജിപ്തിലാണോ ജീവിച്ചത്, മൂസാ നബി ഏതൊരു ഈജിപ്തിലാണോ ജീവിച്ചത്, ആ ഈജിപ്തിലെ ജനങ്ങൾ, നമ്മൾ പത്രത്തിലൊക്കെ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, കുപ്പിയിൽ ധാന്യമണികൾ നിറച്ച് അവര് കടലിലേക്ക് എറിയാൻ. അവർക്കറിയാം ആ കടല് ഗസായിൽ എത്തിക്കുമെന്ന്. എല്ലാ വാതിലും അടഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഭാര്യയും കൈവിട്ടും, മക്കളും കൈവിട്ടും, നാട്ടുകാരും കൈവിട്ടും, എല്ലാ വാതിലും അടയുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ വരും. ശ്രദ്ധിച്ച് കേൾക്കും, നല്ലോണം കേൾക്കും. എല്ലാ വാതിലും അടയുന്ന ഒരു രംഗം നമ്മുടെ ജീവിതത്തിലൊക്കെ വരും. വന്നവരിവിടെ ഇരിപ്പുണ്ട്, വരാനിരിക്കുന്നവരും ഇരിപ്പുണ്ട്. പടച്ചോൻ കാക്കട്ടെ. എല്ലാ വാതിലും അടയുമ്പോൾ പടച്ച തമ്പുരാന്റെ വാതിൽ തുറക്കും. അതാണ് ഈജിപ്തിലെ ജനങ്ങൾ ചെയ്തത്. എന്നെങ്കിലും ആ സമുദ്രത്തിന്റെ തിരമാലകൾ, നൈൽ നദിയുടെ ഓളങ്ങൾ ആ കുഞ്ഞിനെ എവിടെയാണോ എത്തിച്ചത്, ഈ സമുദ്രത്തിന്റെ തിരമാലകൾ ഈ കുപ്പികളെ, ഈ ധാന്യമണികൾ നിറച്ച ഈ കുപ്പികളെ എത്തിക്കുമെന്നുള്ള ആ തവക്കുൽ, ആ വിശ്വാസം, ആ പ്രതീക്ഷയാണ് ഈജിപ്തുകാർക്ക് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ഇതിന്റെ ഈ ഒരു തന്ത്രം ആർക്കാണ് ആദ്യം ഉദിച്ചത്? ഈജിപ്ഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തകയായ സാറ അൽ അഖാരി എന്ന് പറയുന്ന ഈജിപ്തിലെ മനുഷ്യാവകാശ പ്രവർത്തക. ആ പ്രവർത്തകരുടെ മനസ്സിൽ ഉദിച്ചതാണ് ഇങ്ങനെ ധാന്യമണികൾ കുപ്പിയിലും പാത്രത്തിലും നിറച്ച് സമുദ്രത്തിലേക്ക് എറിയാം. സാറ അൽ അഖാരി ആദ്യം എന്ത് ചെയ്യുന്നറിയോ? അവർ ഒരു കുപ്പിയിൽ ധാന്യമണികൾ നിറച്ചിട്ട് ആ കുപ്പിക്കകത്ത് അവരുടെ പേര് സാറ അൽ അഖാരി എന്ന് എഴുതി. എന്നിട്ട് അവരുടെ ഫോൺ നമ്പരും എഴുതി. ശ്രദ്ധിച്ചു കേൾക്കുക. അവിടെ ഫോൺ നമ്പർ എഴുതിയിട്ട് സമുദ്രത്തിലേക്ക്, ഈജിപ്തിൽ നിന്നുകൊണ്ട് ആ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോ സാറ അൽ അഖാരിയുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ്. ഫലസ്തീനിലെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ മെസ്സേജാണ്. എന്താണ് ആ മെസ്സേജ് എന്നറിയോ?
അങ്ങ് ഈജിപ്തിലെ സമുദ്രത്തിൽ നിന്നും എറിഞ്ഞ കുപ്പിയുണ്ടല്ലോ, ഗസായിലെ ഒരു കുഞ്ഞിന്റെ കയ്യിൽ എത്തിയിരിക്കുന്നു. ആരാ എത്തിച്ചത്? ആരാ എത്തിച്ചത്? പടച്ചവനാണ് എത്തിച്ചത്. മൂസാ നബീനെ പെട്ടിയിലടച്ച് ആ പെട്ടിയെ എത്തിച്ചത്, ഫറോവന്റെ കൊട്ടാരത്തിൽ എത്തിച്ചത് ആരാണോ? ആ പടച്ചവനാണോ സാറാലക്കാരുടെ കുപ്പിയെയും ഗസായുടെ തീരത്തെത്തിച്ചത്? ആ കുഞ്ഞുങ്ങൾ അതെടുത്തു സന്തോഷത്തോടെ വീട്ടിൽ കൊണ്ടുപോയി സാറ അൽ അക്കാരി എന്ന് എഴുതിയിരിക്കുന്ന പേരിന്റെ മുന്നിൽ ചുംബനം അർപ്പിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? പടച്ചവന്റെ മുമ്പിൽ ഞങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സാക്ഷി നിൽക്കുമെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സാക്ഷി നിൽക്കുമെന്ന്. ഈ ഗസായിലെ മക്കൾ നമുക്ക് വേണ്ടി എന്തായിരിക്കും സാക്ഷി നിൽക്കുന്നത്? തൊപ്പി വെച്ച നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ, ജുബ്ബയിട്ട നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ, ഖമീസ് ധരിച്ച നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ, ഇന്ന് ജുമഅയ്ക്ക് വേണ്ടി വന്ന നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ ആ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് ഇന്ന് ജുമഅയ്ക്ക് നമ്മുടെ മുന്നിൽ ഈ ഗസായിലെ മക്കൾ ചോദിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം മുഹമ്മദ് റിവായത്ത് ചെയ്തൊരു ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കഥയാണ്, ഒരു ചരിത്രമാണ്. ബനി ഇസ്രായേലിലെ രണ്ടുപേര് കണ്ടുമുട്ടി. ഇമാം മുഹമ്മദിന്റെ ഹദീസാണ്, സഹിഹായ ഹദീസാണ്. ബനി ഇസ്രായേലിലെ രണ്ടുപേര് കണ്ടുമുട്ടി. ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, 1000 ദീനാർ കടം തരുമോ എന്ന്. ഓ തരാലോ എന്ന് പറഞ്ഞു. അപ്പൊ കൊടുക്കാനിരിക്കുന്ന ആളോട്, വാങ്ങാനിരിക്കുന്ന ആളോട് ചോദിച്ചു. കൊടുക്കാനിരിക്കുന്ന ആള് ചോദിച്ച ആളോട് ചോദിച്ചു, ആരാണ് ഇതിന് സാക്ഷി? ഞാൻ 1000 ദീനാർ കടം തരുന്നതിന് സാക്ഷി ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദ, പടച്ചോനാ സാക്ഷി. കേൾക്ക് നല്ലോണം കേൾക്ക്, പടച്ചോനാ സാക്ഷി. വീണ്ടും ഈ പൈസ കൈ പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, ആരാണ് ഇതിന് ജാമ്യം നിൽക്കുന്നത്? നിങ്ങൾ എനിക്ക് തിരിച്ചു തരും, ഇന്ന ഡേറ്റിൽ തിരിച്ചു തരുമെന്നതിന് ജാമ്യം നിൽക്കാൻ ആരാണുള്ളത് ചോദിച്ചപ്പോ ആ വാങ്ങാനിരിക്കുന്ന ആള് പറഞ്ഞു, കഫാ ബില്ലാഹി കഫാ ബില്ലാഹി കഫാ ബില്ലാഹി കഫീല. അള്ളാണ് ജാമ്യം, അള്ളാണ് സാക്ഷി, അള്ളാണ് ജാമ്യം. ഈ 1000 ദീനാറും കൊണ്ട് ആ മനുഷ്യൻ ബോട്ടിൽ കയറി, കപ്പലിൽ കയറി അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയി. മാസങ്ങൾ കടന്നു, പൈസ തിരിച്ചു കൊടുക്കേണ്ട ദിവസമായി. പൈസയും കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം കടൽ തീരത്തെത്തി. ആ കുപ്പി വലിച്ചെറിഞ്ഞ കഥയും ഈ ചരിത്രത്തോടൊന്ന് ചേർത്ത് വായിക്കണേ. കടൽ തീരത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ട കപ്പൽ അന്നില്ല. പൈസ മടക്കി കൊടുക്കേണ്ട ദിവസമാണ് ഇന്ന്. നമ്മളൊക്കെ പൈസ മടക്കി കൊടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാലോ. അതവിടെ ഇരിക്കട്ടെ. കടത്തെക്കുറിച്ചൊരു വിഷയം പറയുന്നുണ്ട്. കടം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാനുള്ള ഒരു വിഷയം തന്നെയാണ്. കടം തിരിച്ചു കൊടുക്കേണ്ട ദിവസമായി. അന്ന് കപ്പലില്ല, ബോട്ടില്ല. അദ്ദേഹം അന്താളിച്ചു നിന്നു. ഇന്നല്ലേ ഈ ഗൂഗിൾ പേയും ബാങ്ക് അക്കൗണ്ടും അയച്ചു കൊടുക്കലൊക്കെ ഉണ്ട്. അന്നെന്താ ഉള്ളേ? എങ്ങനെ എത്തിക്കും? അദ്ദേഹം അന്താളിച്ചു നിന്നു. അവിടെ നിന്നുകൊണ്ട് ആ സമുദ്രത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാ, നിന്നെ സാക്ഷിയാക്കിയിട്ട്, നിന്നെ ജാമ്യക്കാരനാക്കിയിട്ടാണ് ഞാൻ ഈ പൈസ മടക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് വാങ്ങിച്ചത്. അല്ലാഹുവേ, നീയാണ് സാക്ഷി, നീയാണ് ജാമ്യം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു ആ സമുദ്രത്തിൽ. അന്ന് ബോട്ടും ഇല്ല, വള്ളമില്ല, വഞ്ചിയില്ല, ഒന്നുമില്ല. എന്തോ തടസ്സം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വിറക് കഷ്ണം സമുദ്രത്തിലൂടെ ഒഴുകി വരുന്നു. ചാടി ആ വിറക് കഷ്ണം പിടിച്ചു. ആ വിറക് കഷ്ണത്തിന്റെ ഉള്ളിലേക്ക് 1000 ദീനാർ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ടൊരു കത്തെഴുതി, അങ്ങയോട് ഇന്ന ദിവസം ഞാൻ വാങ്ങിച്ച ദീനാറാണ്, ഇന്ന ആളാണ്, ബോട്ടും വഞ്ചിയും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ പടച്ചവനെ ജാമ്യം നിർത്തിയിട്ട് ഈ വിറക് കഷ്ണത്തിലേക്ക് ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞു. തലയ്ക്ക് ഇദ്ദേഹത്തെ കാത്തിരിക്കാൻ, കാരണം ഡേറ്റായി, പൈസയുമായി വരും, ബോട്ടിൽ കയറി, വഞ്ചിയിൽ കയറി, കപ്പലിൽ കയറി വരും എന്ന പ്രതീക്ഷയിൽ മറുതലയ്ക്ക് അദ്ദേഹം കാത്തുനിന്ന് ഏകദേശം വൈകുന്നേരമായപ്പോൾ ബോട്ടുമില്ല, വഞ്ചിയുമില്ല, ഒരു വിവരവുമില്ല, പൈസ വാങ്ങിച്ചു കൊണ്ടുപോയതിനെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഒരു വിറക് കഷണത്തെ, ഒരു ഓളങ്ങൾ, അതിന്റെ തിരമാലകൾ തള്ളിക്കൊണ്ടുവരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഒരു വിറക് കഷണം ആയിക്കോട്ടെ, എന്തായാലും വന്നതല്ലേ, വീട്ടിലേക്ക് ഒരു വിറക് കഷണം കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കഥയല്ല ഇത്, ഹദീസാണ്. ഇമാം മുഹമ്മദിന്റെ ഹദീസാണ്. വെറുതെ എന്തെങ്കിലും ഇസ്രായേലത്തൊന്നും പറയാൻ പറ്റില്ല, യഹൂദികൾ ഉണ്ടാക്കിയ കഥയൊന്നും പറയാൻ പറ്റില്ല. ഇമാം മുഹമ്മദിന്റെ ഹദീസാണ്.
ആ വിറക് കഷണം അദ്ദേഹം ചാടി പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി. അതൊന്ന് തീ കത്തിക്കാൻ വിചാരിച്ച് അതിനെ പിളർത്തിയപ്പോൾ 1000 ദീനാർ അതിന്റെ അകത്തിരിക്കുന്നു. അദ്ദേഹം എഴുതിയ കത്തും അതിന്റെ അകത്തിരിക്കുന്നു. സഹോദരങ്ങളെ, പടച്ചോനെ പേടിച്ച്, പടച്ചവനെ ഭരമേൽപ്പിച്ച് സർവ്വതും അല്ലാഹു നോക്കിക്കോളും എന്ന ഈമാനും യഖീനും മുറുകെ പിടിച്ച് ജീവിച്ചാൽ എല്ലാത്തിന്റെയും പോംവഴി, എല്ലാത്തിന്റെയും സൊല്യൂഷൻ, എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ പടച്ചോൻ തുറന്നു തരും. വിചാരിക്കാത്ത രീതിയിലുള്ള ജീവിത വിഭവങ്ങൾ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് ഗസയിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ പച്ചയായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ സംശയാസ്പദമായി പിടികൂടി ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അസാമില് 3500ഓളം പാവപ്പെട്ട ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തച്ച് തരിപ്പണമാക്കി, അവരെ ഭവനരഹിതരാക്കി അവരവരുടെ ബന്ധു വീടുകളിൽ പോയി അഭയം തേടുന്നു. വീടുമില്ല, നാടുമില്ല, അഡ്രസ്സുമില്ലാതെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അസാമിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഭവനരഹിതമാക്കിക്കൊണ്ട് മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വിവിധമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും നമ്മുടെ രാജ്യത്തിന്റെ അകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെറുവിരലെങ്കിലും ജനാധിപത്യത്തിന്റെ രൂപത്തിൽ ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ മനുഷ്യാവകാശത്തിന് വേണ്ടി, മനുഷ്യാവകാശം നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ നോട്ടം കൊണ്ടോ, നമ്മുടെ എഴുത്ത് കൊണ്ടോ, നമ്മുടെ വാക്കുകൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടോ നാം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. നിസ്കാരം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകുന്നാരും വിചാരിക്കണ്ട. ദിക്ർ ചൊല്ലിയത് കൊണ്ട് മാത്രം സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ടിരിക്കാൻ വിചാരിക്കണ്ട. നോമ്പ് പിടിച്ചത് കൊണ്ട് മാത്രം ഇപ്പൊ അങ്ങ് സ്വർഗം മേടിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. കണ്ണുനീരൊപ്പാതെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതെ നാളെ പരലോകത്തെത്തുമ്പോൾ പടച്ചതമ്പുരാൻ ഈ ഇരിക്കുന്ന എന്നോടും നിങ്ങളോടും ചോദിക്കും, ഞാൻ വിശന്നു. അല്ല പറയാ ഞാൻ വിശന്നു എന്ന്. പടച്ചൻ നമ്മളോട് പറയും, ഞാൻ വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്ന്. നമ്മൾ അള്ളാഹിനോട് ചോദിക്കാം, അള്ളാ നീ വിശക്കുവോ? അന്ത റബ്ബുൽ ആലമീൻ, നീ സർവലോക പരിപാലകനായ ദൈവം തമ്പുരാനല്ലേ, റബ്ബല്ലേ, നീ വിശക്കുമോ എന്ന് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുമ്പോൾ എന്റെ അടിമകളിൽപ്പെട്ട പാവപ്പെട്ടവർ, ഗസായിലെ മക്കൾ, ആസാമിലെ മക്കൾ, ബീഹാറിലെ മക്കൾ വിശന്ന് വീടില്ലാതെ പ്രയാസം അനുഭവിച്ചപ്പോൾ നീ തിന്നു കുടിച്ച് വിശാലായി നീ നടന്നില്ലേ, നീ പോ, നിനക്ക് സ്വർഗം ഇല്ലാന്ന്. നിസ്കാരത്തിന്റെ തഴമ്പ് കാണിച്ചു കൊടുത്താലും ഇട്ട തൊപ്പിയുടെ വലിപ്പം കാണിച്ചു കൊടുത്താലും ആ സ്വർഗത്തിന്റെ കവാടം തുറക്കൂല. അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്യാനുള്ളൂ, ഈ രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യാന്തര നിയമങ്ങൾ, നമ്മൾ രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഫലസ്തീന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ കവാടങ്ങൾ തുറന്നു കിട്ടുവാൻ വേണ്ടി, അവരുടെ വിശപ്പുകൾ മാറുവാൻ വേണ്ടി, അവരുടെ ഒരു സ്വതന്ത്രമായ രാജ്യത്തിന് വേണ്ടി. ഏറ്റവും വേണ്ടത് സ്വതന്ത്രമായ രാജ്യമാണ്. സ്വതന്ത്രമായ രാജ്യത്തിന് വേണ്ടി പല രാജ്യങ്ങളും മുന്നോട്ട് വന്ന് അതിനെ ഒപ്പുവെക്കുമ്പോൾ അതിന് വിഘാതം നിൽക്കുന്നവരിൽ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് പറയുകയാണ്, രാജ്യത്തിന്റെ അകത്ത് മനുഷ്യാവകാശ ലംഘനം നടന്നു. 2 കന്യാസ്ത്രീകളെ കൊണ്ടുപോയി ജയിലിലടച്ചപ്പോ ഇവിടെ സമരം വെക്കാനും, ഒച്ച വെക്കാനും, ബഹളം വെക്കാനും, പ്രതിഷേധിക്കാനും ഇന്നലെ വരെ ഇല്ലാത്ത ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സമുദായത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അസാമിലെ മക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ട്? ബീഹാറിലെ ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ട്? പശുവിന്റെ പേരിൽ തച്ചുടയ്ക്കപ്പെടുന്ന പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുണ്ട്? ഞാൻ കഴിഞ്ഞ 2 ജുമയുടെ വിഷയത്തെ കൂട്ടി അണക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ കടന്നത്. മതേതരത്വം, ജനാധിപത്യവും, മതസൗഹാർദ്ദവും, മാനവികതയും മനുഷ്യത്വവും ഒക്കെ നിലനിർത്തുന്നതിനോടൊപ്പം സത്യത്തിന് വേണ്ടി കൂട്ടുനിൽക്കുന്നവരായി, നീതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നവരായി മാറുമ്പോഴാണ് ഇവിടെ നീതി പുലരുക,
സത്യം പുലരുക. പടച്ചതമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്യും. അത്തഹിയാത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, ഗസായിലെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം.